ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടായ തിരാമിസുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ മുഴുവനും കണ്ടിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 5 കോഴിമുട്ടയുടെ മഞ്ഞക്കരുവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്, അതായത് ഒരു 100 ഗ്രാം പഞ്ചസാര. ഡബിൾ ബോയിലിംഗ് വഴി ഇതൊന്ന് ക്രീമി പരുവത്തിലാക്കി എടുക്കണം. അതായത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് ബൗൾ വെച്ചിട്ട് അതിലേക്കാണ് ഈ മുട്ടയും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ക്രീമി പരുവമാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ നല്ലവണ്ണം സ്റ്റിഫാക്കി എടുക്കാം. 250 ml ആണ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ട കൊണ്ടിട്ടുള്ള ക്രീമില്ലേ, അതിലേക്ക് ഞാൻ 100 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശരിക്കും മാസ്കോപോണി എന്ന് പറഞ്ഞൊരു ചീസാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടിട്ട് ഞാനിപ്പോൾ ക്രീം ചീസാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രീം ചീസും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്ററോ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ബ്ലാക്ക് കോഫിയും കുറച്ച് ബിസ്ക്കറ്റുമാണ്. ഇതിന് നോർമലി യൂസ് ചെയ്യുന്നത് ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടിട്ട് ഞാനിതിലേക്ക് മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് ഈ കോഫിയിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിന് പകരം റസ്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഞാനിത് 2 ലെയറായിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീമില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബിസ്ക്കറ്റ് ചേർക്കുന്നുണ്ട്. എൻ്റെ ക്യാമറ ഒന്ന് പണി തന്നു. ക്യാമറ ഓഫായി പോയത് അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ക്രീമൊക്കെ ഇടുന്ന സീനൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ബിസ്ക്കറ്റ് വീണ്ടും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 5 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി മാത്രം മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രീം ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ മുകളിലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മുട്ടയും പിന്നെ വിപ്പിംഗ് ക്രീമും ക്രീം ചീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അതാ ഇവിടെ എൻ്റെ തിരാമിസു റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.